നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിലകൂടിയ മരുന്നുകളും ലോകോത്തര നിലവാരമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും കൃത്യമായി ഉപയോഗിച്ചിട്ടും നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും എന്തുകൊണ്ടാണ് പലപ്പോഴും പൂർണ്ണതയിലെത്താത്തതെന്ന്? ദിവസവും മണിക്കൂറുകളോളം വ്യായാമം ചെയ്തിട്ടും കൃത്യമായ ഡയറ്റ് നോക്കിയിട്ടും മാറാത്ത പല ആരോഗ്യപ്രശ്നങ്ങളും നമ്മെ അലട്ടുന്നത് എന്തുകൊണ്ടാണ്? ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് വെറും 2 തുള്ളി എണ്ണ നിങ്ങളുടെ പൊക്കിളിലൊഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് കൊണ്ടുവരിക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നാം പലവിധത്തിലുള്ള ആരോഗ്യപ്രശ്നങ്ങളിലൂടെയാണ് നിരന്തരം കടന്നുപോകുന്നത്. ഉറക്കമില്ലായ്മ, കടുത്ത മുടികൊഴിച്ചിൽ, മുഖക്കുരു, വിട്ടുമാറാത്ത സന്ധിവേദന, ദഹനക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങി നിരവധിയായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇവയ്ക്കൊക്കെ പരിഹാരമായി നാം ഓടുന്നത് വലിയ ആശുപത്രികളിലേക്കും ഫാർമസികളിലേക്കുമാണ്. ഒരു ഗുളികയിൽ എല്ലാ അസുഖങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന തിരക്കുപിടിച്ച ഒരു തലമുറയാണ് നമ്മുടേത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ, പ്രത്യേകിച്ച് മഹാരഥന്മാരായ ആയുർവേദ ആചാര്യന്മാരും സാക്ഷാൽ ചാണക്യനും നിർദ്ദേശിച്ച ചില അതിലളിതമായ ദിനചര്യകളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ യഥാർത്ഥ പ്രകൃതം മനസ്സിലാക്കി പ്രകൃതിദത്തമായ രീതിയിൽ ശരീരത്തെ സുഖപ്പെടുത്തുന്ന ആയുർവേദ വിദ്യകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഇന്ന് നാം പൂർണ്ണമായും മറന്നുപോയതുമായ ഒരു ചികിത്സാരീതിയാണ് നാഭിചികിത്സ. നമ്മുടെ ശരീരത്തിന്റെ കേന്ദ്രബിന്ദുവാണ് നാഭി അഥവാ പൊക്കിൾ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ജീവനും പോഷണവും ലഭിക്കുന്നത് പൊക്കിൾക്കൊടിയിലൂടെയാണ്. ജനനശേഷം ആ പൊക്കിൾക്കൊടി മുറിച്ചുമാറ്റുമെങ്കിലും നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് നാഡികളുടെ സംഗമസ്ഥാനമായി നാഭി നിലനിൽക്കുന്നു. ഈ രഹസ്യം മനസ്സിലാക്കിയാണ് പണ്ടുള്ളവർ പല രോഗങ്ങൾക്കും പൊക്കിളിൽ മരുന്ന് പ്രയോഗിച്ചിരുന്നത്. ഈ അത്ഭുതകരമായ അറിവുകളിലേക്കും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളിലേക്കും കടക്കുന്നതിനു മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങളും ഇതുവരെയുള്ള അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ശരീരത്തിലെ 72,000 നാഡികളുടെ സംഗമസ്ഥാനമാണ് നാഭി എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ആയുർവേദം നാഭിയെ ഒരു അത്ഭുത കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. നമ്മൾ പൊക്കിളിൽ എണ്ണയൊഴിക്കുമ്പോൾ ആ ഭാഗത്തുള്ള നേർത്ത ചർമ്മത്തിലൂടെയും രക്തക്കുഴലുകളിലൂടെയും അത് വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലേക്കും ഈ നാഡികൾ വഴി അതിന്റെ ഗുണങ്ങളെത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് ആയുർവേദത്തിൽ നാഭിചികിത്സ അല്ലെങ്കിൽ പെച്ചോട്ടി രീതി എന്ന് വിളിക്കുന്നത്. കേവലം 7 ദിവസം അടുപ്പിച്ച് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഇങ്ങനെ ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഒരൊറ്റ പൈസ പോലും അധികം ചിലവാക്കാതെ, പാർശ്വഫലങ്ങളെക്കുറിച്ച് ഭയക്കാതെ നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ചാണക്യനീതിയിൽ ആരോഗ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് അവന്റെ ആരോഗ്യമാണ് എന്നാണ് ചാണക്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ എത്ര വലിയ ബുദ്ധിയുണ്ടായിട്ടും കാര്യമില്ല. സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ പ്രകൃതിദത്തമായ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നും കൃത്യമായ ദിനചര്യകൾ പാലിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കില്ല എന്നും ചാണക്യൻ തന്റെ നയങ്ങളിൽ വ്യക്തമാക്കുന്നു. ചാണക്യന്റെ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്കും പടയാളികൾക്കും മാനസികവും ശാരീരികവുമായ കരുത്ത് നിലനിർത്തുന്നതിനായി ഇത്തരം ആയുർവേദ വിദ്യകൾ കർശനമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ശരീരത്തിന്റെ ചൂട് ക്രമീകരിക്കാനും മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും നാഭിചികിത്സ വളരെ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. രാത്രി കിടക്കുന്നതിനു മുൻപ് പൊക്കിളിൽ എണ്ണയൊഴിക്കുന്നതുകൊണ്ട് പലവിധത്തിലുള്ള ഗുണങ്ങളാണ് ഉള്ളത്. നാം ഉപയോഗിക്കുന്ന എണ്ണയുടെ സ്വഭാവമനുസരിച്ച് ഈ ഗുണങ്ങളിലും മാറ്റം വരും. ഏതെല്ലാം എണ്ണകളാണ് ഇതിനായി ഉപയോഗിക്കാൻ സാധിക്കുക എന്നും അവയുടെ പ്രത്യേക ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി ഏറ്റവും സാധാരണവും ഏവർക്കും ലഭ്യവുമായ വെളിച്ചെണ്ണയുടെ കാര്യം തന്നെ എടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ പൊക്കിളിൽ ഒഴിക്കുന്നത് ശരീരത്തിന് പറഞ്ഞറിയിക്കാനാവാത്തത്ര ഗുണങ്ങളാണ് നൽകുന്നത്. ഉഷ്ണപ്രകൃതമുള്ള ആളുകൾക്ക്, അതായത് എപ്പോഴും ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നവർക്ക് വെളിച്ചെണ്ണ ഒരു ഉത്തമ പ്രതിവിധിയാണ്. രാത്രി കിടക്കുന്നതിനു മുൻപ് 2 തുള്ളി വെളിച്ചെണ്ണ പൊക്കിളിൽ ഇറ്റിച്ച് പതുക്കെ തടവിക്കൊടുത്താൽ ശരീരത്തിന്റെ ചൂട് കുറയുകയും നല്ല സുഖകരമായ ഉറക്കം ലഭിക്കുകയും ചെയ്യും. കൂടാതെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് നിറം അകറ്റാനും വെളിച്ചെണ്ണ സഹായിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. വെളിച്ചെണ്ണ നാഭിയിൽ പുരട്ടുന്നതിലൂടെ തലയോട്ടിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും മുടിയുടെ വേരുകൾക്ക് ബലം ലഭിക്കുകയും മുടികൊഴിച്ചിൽ ഗണ്യമായി കുറയുകയും ചെയ്യും. വരണ്ട ചർമ്മമുള്ളവർക്ക് ചർമ്മത്തിന്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താനും വെളിച്ചെണ്ണ നാഭിയിൽ പുരട്ടുന്നത് സഹായിക്കും. 7 ദിവസം തുടർച്ചയായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വരുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. രണ്ടാമതായി പറയാൻ പോകുന്നത് കടുക്കെണ്ണയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ചാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കടുക്കെണ്ണ. വാതസംബന്ധമായ അസുഖങ്ങൾക്കും സന്ധിവേദനയ്ക്കും കടുക്കെണ്ണ ഒരു ദിവ്യൌഷധമാണ്.
പ്രായമായവരെ അലട്ടുന്ന മുട്ടുവേദന, നടുവേദന, കൈകാൽ കഴപ്പ് എന്നിവയ്ക്ക് കടുക്കെണ്ണ പൊക്കിളിൽ പുരട്ടുന്നത് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. ശൈത്യകാലത്ത് പലർക്കും ചുണ്ടുകൾ വിണ്ടുകീറുകയും രക്തം വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. എത്ര ലിബാം പുരട്ടിയാലും മാറാത്ത ഈ പ്രശ്നത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച പരിഹാരമാണ് രാത്രി കിടക്കും മുൻപ് പൊക്കിളിൽ കടുക്കെണ്ണ പുരട്ടുക എന്നത്. 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ചുണ്ടുകളുടെ വിണ്ടുകീറൽ പൂർണ്ണമായും മാറി ചുണ്ടുകൾ മൃദുവാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ ദഹനപ്രക്രിയ സുഗമമാക്കാനും വയറുകമ്പിക്കൽ, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനും കടുക്കെണ്ണ വളരെ നല്ലതാണ്. ആമാശയത്തിന്റെ പ്രവർത്തനം കൃത്യമാക്കാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച എണ്ണകളിൽ ഒന്നാണ് ബദാം എണ്ണ. വില അല്പം കൂടുതലാണെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. മുഖത്തെ ചുളിവുകൾ മാറ്റാനും പ്രായം തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ അകറ്റാനും ബദാം എണ്ണ നാഭിയിൽ പുരട്ടുന്നത് ഉത്തമമാണ്. ബദാം എണ്ണയിൽ ധാരാളമായി വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പൊക്കിളിലൂടെ ശരീരത്തിലെത്തുമ്പോൾ ചർമ്മത്തിനുള്ളിൽ നിന്നും പോഷണം ലഭിക്കുകയും ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നു. ദിവസവും ഇത് ശീലമാക്കിയാൽ നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരു വന്നതിന്റെ പാടുകളും പതുക്കെ മാഞ്ഞു തുടങ്ങും. വില കൂടിയ ക്രീമുകൾ പുരട്ടുന്നതിനേക്കാൾ 100 ഇരട്ടി ഫലം ഈ ലളിതമായ നാവി ചികിത്സയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി പറയാൻ പോകുന്നത് ആവണക്കെണ്ണയെക്കുറിച്ചാണ്. വളരെ കട്ടിയുള്ള ഒരു എണ്ണയാണ് ആവണക്കെണ്ണ. ആവണക്കെണ്ണ പൊക്കിളിൽ പുരട്ടുന്നത് സന്ധികളിലെ തേയ്മാനം മാറ്റാൻ വളരെ നല്ലതാണ്. സന്ധികൾക്കിടയിലെ ലൂബ്രിക്കേഷൻ കുറയുമ്പോഴാണ് അസ്ഥികൾ തമ്മിൽ ഉരസി കടുത്ത വേദന ഉണ്ടാകുന്നത്. ആവണക്കെണ്ണ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം നൽകുന്നു. കൂടാതെ കടുത്ത മലബന്ധം അനുഭവിക്കുന്നവർക്ക് രാത്രി കിടക്കുന്നതിനു മുൻപ് പൊക്കിളിലും അതിനു ചുറ്റുമായി അല്പം ആവണക്കെണ്ണ പുരട്ടി മസാജ് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ വളരെ സുഗമമായി ശോധനയുണ്ടാകും. സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ വയറുവേദന കുറയ്ക്കാനും ആവണക്കെണ്ണ നാഭിയിൽ പുരട്ടുന്നത് വളരെയധികം സഹായിക്കും. ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിനും ഇത് മികച്ചതാണ്. വേപ്പെണ്ണയുടെ ഗുണങ്ങൾ ആയുർവേദത്തിൽ എടുത്തു പറയുന്നുണ്ട്. കടുത്ത ചർമ്മരോഗങ്ങൾ, അലർജി, ചൊറിച്ചിൽ, മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായും ഉപയോഗിക്കേണ്ട ഒന്നാണ് വേപ്പെണ്ണ. വേപ്പെണ്ണയ്ക്ക് ആന്റിബാക്ടീരിയൽ, ആന്റിഫംഗൽ ഗുണങ്ങൾ ധാരാളമുണ്ട്. പൊക്കിളിൽ വേപ്പെണ്ണ പുരട്ടുമ്പോൾ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കപ്പെടുകയും വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. മുഖക്കുരു ഉള്ളവർ 7 ദിവസം ഇത് അടുപ്പിച്ച് ചെയ്താൽ പുതിയ മുഖക്കുരു ഉണ്ടാകുന്നത് നിൽക്കുകയും പഴയവ കരിഞ്ഞുപോവുകയും ചെയ്യും. താരൻ ശല്യം ഉള്ളവർക്കും വേപ്പെണ്ണ നാവിയിൽ പുരട്ടുന്നത് നല്ലൊരു പ്രതിവിധിയാണ്. എണ്ണകൾക്ക് പുറമെ ശുദ്ധമായ പശുവിൻ നെയ്യ് പൊക്കിളിൽ പുരട്ടുന്നതും അത്യുത്തമമാണ്. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെ സന്തുലിതമായി നിർത്താൻ നെയ്യ് സഹായിക്കുന്നു. ശരീരത്തിന് നല്ല പുഷ്ടി നൽകാനും ചർമ്മത്തിന് അതിയായ മൃദുത്വം നൽകാനും നെയ്യ് സഹായിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാനസിക പിരിമുറുക്കം കുറച്ചു മനസ്സിന് ശാന്തത നൽകാനും നെയ്യ് നാഭിയിൽ പുരട്ടുന്നത് നല്ലതാണെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു. നാഭി ചികിത്സ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആധുനിക ശാസ്ത്രം പോലും ഇന്ന് കുടലിന്റെയും തലച്ചോറിന്റെയും ബന്ധത്തെക്കുറിച്ച് വ്യാപകമായി പഠനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ വൈകാരിക തലങ്ങളെയും ശാരീരിക തലങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ദഹനവ്യവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട്. നാഭി എന്നത് ഈ ദഹനവ്യവസ്ഥയുടെ കൃത്യമായ ഒരു കേന്ദ്രമാണ്. അവിടെ നൽകുന്ന ഉത്തേജനം ഉദരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്നു. കരളും ആഗ്നേയഗ്രന്ഥിയും കുടലുകളുമെല്ലാം ഇതിലൂടെ കൂടുതൽ സജീവമാകുന്നു. ശരീരത്തിലെ ദുഷിച്ച കൊഴുപ്പുകളെ ഇല്ലാതാക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ സഹായിക്കും. തുടർന്നും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇന്ന് രാത്രി മുതൽ ഏത് എണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ചികിത്സാരീതി പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുൻപായിരിക്കണം ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എണ്ണ, അത് വെളിച്ചെണ്ണയോ കടുക്കെണ്ണയോ ഏതുമാകട്ടെ, അത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കുന്നത് നന്നായിരിക്കും. വല്ലാതെ തിളപ്പിക്കരുത്, ചെറുചൂട് മാത്രം മതി. മലർന്നു കിടന്നതിന് ശേഷം നിങ്ങളുടെ പൊക്കിളിലേക്ക് ഈ എണ്ണയിൽ നിന്നും 2 അല്ലെങ്കിൽ 3 തുള്ളി ഇറ്റിക്കുക. അതിനുശേഷം നിങ്ങളുടെ തള്ളവിരലോ ചൂണ്ടുവിരലോ ഉപയോഗിച്ച് പൊക്കിളിനു ചുറ്റും ഘടികാരദിശയിൽ വളരെ പതുക്കെ 1 മിനിറ്റ് നേരം മസാജ് ചെയ്തു കൊടുക്കുക. അതിനുശേഷം എതിർദിശയിലും മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എണ്ണ പൂർണ്ണമായും ചർമ്മത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ സഹായിക്കും. ഇത് ചെയ്തതിനുശേഷം നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. 7 ദിവസം തുടർച്ചയായി ഇത് ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. 1ാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങളുടെ ഉറക്കത്തിൽ വലിയ മാറ്റം വരുന്നത് കാണാം. ചിന്തകൾ ഒഴിഞ്ഞ് മനസ്സ് ശാന്തമാവുകയും നല്ല ഗാഠനിദ്ര ലഭിക്കുകയും ചെയ്യും. 2ാമത്തെയും 3ാമത്തെയും ദിവസങ്ങളിൽ ദഹനപ്രക്രിയ കൂടുതൽ എളുപ്പമാകുന്നതായി അനുഭവപ്പെടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ക്ഷീണവും മടിയും മാറി ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കും.
4-ാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ ചർമ്മത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. വരൾച്ച മാറി ചർമ്മം മൃദുവാകാനും ചുണ്ടുകളുടെ നിറം വർദ്ധിക്കാനും തുടങ്ങും. 7-ാമത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിനകത്തും പുറത്തും വളരെ പോസിറ്റീവായ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ചാണക്യൻ എപ്പോഴും ഒരു കാര്യം ഊന്നി പറഞ്ഞിരുന്നു: രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. പ്രകൃതിദത്തമായ ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തെ ഒരു കോട്ട പോലെ കാത്തുസൂക്ഷിക്കും. വൻകിട കമ്പനികളുടെ പരസ്യങ്ങളിൽ മയങ്ങി രാസവസ്തുക്കൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ശരീരത്തിൽ പ്രയോഗിക്കുന്നതിനു മുൻപ് പൂർവികർ കാട്ടിത്തന്ന ഈ ലളിതമായ വഴികൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നാഭി-ചികിത്സ എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, മറിച്ച് ശരീരത്തിന്റെ നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തികച്ചും ശാസ്ത്രീയമായ ഒരു ആയുർവേദ പ്രക്രിയയാണ്. പണ്ടുള്ളവർക്ക് ഇത്രയധികം രോഗപ്രതിരോധശേഷി ഉണ്ടായിരുന്നതിന്റെയും വാർദ്ധക്യത്തിലും അവർ ആരോഗ്യത്തോടെ ഇരുന്നതിന്റെയും രഹസ്യങ്ങളിലൊന്നാണ് ഈ ദിനചര്യ. ഇന്നത്തെ തലമുറ കമ്പ്യൂട്ടറുകൾക്കും മൊബൈൽ ഫോണുകൾക്കും മുന്നിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുന്നവരാണ്. അതിനാൽ തന്നെ കാഴ്ചശക്തി കുറയുക, കണ്ണുകൾക്ക് വരൾച്ച അനുഭവപ്പെടുക, നടുവേദന ഉണ്ടാവുക എന്നീ പ്രശ്നങ്ങൾ വളരെ സാധാരണമാണ്. ഇത്തരം ആധുനിക ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ മറുപടിയാണ് നാഭി-ചികിത്സ. കുട്ടികൾക്കും ഇത് ധൈര്യമായി ചെയ്യാവുന്നതാണ്. കുട്ടികളിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ ഈ ശീലം തുടങ്ങുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പരിപോഷിപ്പിക്കാൻ പ്രകൃതി നൽകിയ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ.